എല്ലാവരും പറയും വേൾഡ് കപ്പ് ടഫാണ്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പോൾ ഇട്ടിരുന്നു. ആ പോളിൻ്റെ റിസൾട്ട് ഇതായിരുന്നു. ആ റിസൾട്ടിന് ശേഷം എനിക്ക് കുറേ സംശയമുണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തു. അതിന് ഡെപ്തിൽ പോയി, അതിന് സ്ട്രക്ചർ നോക്കി, മറിച്ചും തിരിച്ചും നോക്കി. എനിക്ക് ഉത്തരം കിട്ടി. പക്ഷേ ഉത്തരം നിങ്ങൾ പറയുന്നത് പോലെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. ബിഫോർ ദാറ്റ്, എൻ്റെ അടുത്ത വീഡിയോ ഇനി ISL ഈ വർഷം തുടരുമോ ഇല്ലേ എന്ന് കുറിച്ചാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ആ വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓക്കെ, പ്ലീസ് ഒന്ന് കമൻറ്റ് ഇടും. പിന്നെ ഞാൻ നിങ്ങളുടെ ഫുട്ബോൾ ഡൗട്ട്സ് തീർക്കാനുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുട്ബോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബില്ലോ. ഷെയിമൊന്നും കാണിക്കണ്ട കേട്ടോ. ഫിഫയും UEFAയും ഒരുപോലെയാണ് ഡിസൈൻ ചെയ്തത്. 32 ടീംസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഗ്രൂപ്പ്സ്. ഓരോ ഗ്രൂപ്പിലും 4 ടീം വീതമുണ്ടാവും. പക്ഷേ ഇതാണ് UEFAയും വേൾഡ് കപ്പുമുള്ള ഡിഫറൻസ്. UEFAയിൽ ഗ്രൂപ്പിലുള്ള എല്ലാ ടീമിൻ്റെ എതിരെ ഹോമിയും എവയും കളിക്കും. പക്ഷേ നമ്മളുടെ വേൾഡ് കപ്പിലാണെങ്കിലോ ഒരു ടീം 1 ചാൻസ്, ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. 2014 സ്പെയിനിൻ്റെ ഗോൾഡൻ ജനറേഷൻ ആയിരുന്നു. 5-0 അവർ ഹ്യൂമിലേറ്റഡായി തോറ്റിയതിനു ശേഷം ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. ഇതാണ് വേൾഡ് കപ്പിൻ്റെ പ്രധാന പ്രശ്നം. ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ നമുക്ക് കംബാക്ക് അടിക്കാൻ സമയമുണ്ട്. ഒറ്റ ബാഡ് നൈറ്റ് കൊണ്ട് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമുക്ക് വീണ്ടും 90 മിനിറ്റ്സ് ആണുള്ളത്. ആ 90 മിനിറ്റ്സിൽ കംബാക്ക് അടിച്ച ചരിത്രങ്ങൾ. ഇൻ 2022 റിയൽ മാഡ്രിഡ് പെർഫോമൻസ് വാസ് മാസ്റ്റർ ക്ലാസ്. അവർ കംബാക്ക് അടിച്ചത് PSG, ചെൽസി ആൻഡ് മാൻ സിറ്റി. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്ന സെക്കൻഡ് ചാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. UEFA ചാമ്പ്യൻസ് ലീഗ് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ UEFA കളിക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് ലീഗിൻ്റെ കളിയും കളിക്കണം, നാഷണലിൻ്റെ കളിയും കളിക്കണം, ഇഞ്ചുറി ഫേസും ചെയ്യണം. പക്ഷേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ UEFA ചാമ്പ്യൻസ് ലീഗ് കുറച്ച് ഡിഫറെൻ്റാണ്. ഈ വർഷത്തെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ചെൽസി എങ്ങനെ PSG തോൽപ്പിച്ചു നമ്മളെങ്ങനെ കണ്ടതല്ല. കാരണം ടാറ്റിക്സിന് സമയമുണ്ട്. പക്ഷേ വേൾഡ് കപ്പിൽ അങ്ങനെ സമയമില്ല. ആഴ്ചകൾക്ക് മുമ്പായിരിക്കും അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസ് അടിപൊളി ടീമായിട്ടല്ല കപ്പടിച്ചത്. പക്ഷേ അവർ സോളിഡായിരുന്നു. എംബാപ്പയുടെയും ഗ്രീസ്മാൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാരണത്താലായിരുന്നു അവർ വിജയിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു അർജൻറ്റീനയുടെ കാര്യത്തിൽ. UEFA ചാമ്പ്യൻസ് ലീഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ടീമിനെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിനെ വാങ്ങാം, വിങ്ങിനെ വാങ്ങാം, സ്ട്രൈക്കറിനെ വാങ്ങാം, ആരെ വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ വേൾഡ് കപ്പിൽ നമ്മളുടെ ക്ലബ്ബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീമിനെ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു വലിയ ഡിഫറൻറ്റാണ്. ക്ലബ്ബിൽ നമ്മൾ കളിക്കുമ്പോൾ ഫാൻസിനും ഹിസ്റ്ററിക്കും വേണ്ടിയാണ് കളിക്കുന്നത്. പക്ഷേ വേൾഡ് കപ്പിൽ നമ്മൾ അങ്ങനെയല്ല. കൺട്രിക്ക് വേണ്ടിയും ആൻഡ് ഫ്ലാഗിനും വേണ്ടി. റോബർട്ടോ ബൾജിയോ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി മിസ്സാക്കി. അന്ന് അദ്ദേഹത്തിന് വളരെ പ്രഷറായിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് വേൾഡ് കപ്പ് വളരെ പ്രഷറുള്ളതാണ്. എന്നെ ഏറ്റവും സംശയകരമാക്കിയ ചോദ്യം ഇതായിരുന്നു. 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് UEFA ചാമ്പ്യൻസ് ലീഗ് നടക്കുകയാണെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും ടഫ് ആവില്ലേ? വേൾഡ് കപ്പ് ഓരോ വർഷത്തിൽ നടക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ഏറ്റവും ഈസി ആവില്ലേ? റൈറ്റ്? യാ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് കപ്പാണ് ഏറ്റവും ടഫ്. പക്ഷേ ഞാൻ ഇപ്പോൾ ചോദിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയതാണ്. എന്നെ കുറച്ച് ബുദ്ധിമുട്ടാക്കിയ ഒരു ചോദ്യം അതായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളെ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 വേറെ രീതിയിലാണ്. സോ ഗൈസ്, ഇതേപോലെയുള്ള ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യും. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റിലിടും. ഓക്കെ.